ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. 120 മാർക്കിന്റെ +1 ഫിസിക്സ് മാതൃകാ ചോദ്യോത്തരങ്ങളുടെ 10ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ഈ 10 ക്ലാസ്സിലെയും എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുന്നവർക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതായ എല്ലാ ചോദ്യങ്ങളും പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലാലൻ സാർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സാറിന് പ്രത്യേകം നന്ദി. പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ സാറിന് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. സാറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരു വലിയൊരു എക്സാമിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വലിച്ചു വാരി പഠിക്കാനുള്ള സമയമൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ തൽക്കാലം നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ നമുക്ക് ബേസിക്സ് അറിഞ്ഞ് പഠിച്ചാലേ നമുക്ക് തീർച്ചയായിട്ടും ഹയർ ക്ലാസ്സുകളിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് നമുക്ക് പിന്നീട് സമയം കണ്ടെത്താം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ പരീക്ഷ എത്ര ഭംഗിയായിട്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, 60-ൽ 60 മാർക്ക് എങ്ങനെ മേടിക്കാം എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനാണ് സ്മിത ടീച്ചർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ എന്നോട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതും ആ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെക്കൊണ്ടാവും വിധം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈ മൊത്തം ഫോക്കസ് ഏരിയയും കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഇടാനായിട്ട് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ, അതായത് ഹയർ സെക്കൻഡറിക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യനുകളുടെ ആൻസർ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ചിലപ്പോൾ 60-ൽ 60 മാർക്ക് മേടിക്കാനും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനുകൾ നമുക്ക് സാധിച്ചേക്കും. കാരണം നമുക്ക് അതിനകത്തുനിന്ന് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ് കൃത്യമായിട്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് എല്ലാ കുട്ടികൾക്കും, ആവറേജ് സ്റ്റുഡൻസിനും ബിലോ ആവറേജ് സ്റ്റുഡൻസിനും എബോവ് ആവറേജ് സ്റ്റുഡൻസും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭംഗിയായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടീച്ചർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാൻ ആവശ്യത്തിനധികം സമയമുണ്ട്. കാരണം ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് മാത്രം പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരാഴ്ച അതിനുവേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് ഫിസിക്സിലെ മൊത്തം ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളും കവർ ചെയ്ത് അതിലെ ഡെറിവേഷനുകളൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് 1 വേർഡ് ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി മാക്സിമം നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം മാർക്കായ 60 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ സ്മിത ടീച്ചർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ സ്മിത ടീച്ചറിനോടോ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തുകൊണ്ട്, ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തുകൊണ്ട് അത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു പരീക്ഷയും നല്ല മാർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 മാർക്കിന്റെ 4 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 112 മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ
മുൻപുള്ള 9 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നിന്നുള്ളതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് വളരെ ബ്രീഫായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവരെയും ഓഡിയോ വിഷ്വൽ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ 2 ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് സിമ്പിൾ പെൻഡുലത്തിന്റെ കേസാണ്. രണ്ടാമത്തേത് ഒരറ്റം ഉറപ്പിച്ച സ്പ്രിങ്ങിന്റെ ടു ആൻഡ് ഫ്രോ മോഷനാണ്. സംഗീതം പുറപ്പെടുവിക്കുന്ന സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്, തൊട്ടിലാട്ടം, ഊഞ്ഞാലാട്ടം, ഇവയിലെല്ലാം സമാനമായ ചലനങ്ങളാണ് ഉള്ളത്. ഇവിടെയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നു. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടറാണ്. ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റിന് വിപരീത ദിശയിലായിട്ടാണ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഊഞ്ഞാലാട്ടം ഓർത്തു കഴിഞ്ഞാൽ ഇക്കാര്യം വ്യക്തമാണ്. എങ്ങോട്ടാണോ വലിക്കുന്നത് അതിന് വിപരീതമായിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നൗ ലെറ്റ് us define simple harmonic motion. A particle is said to be in simple harmonic motion if its acceleration at any instant is exactly proportional to the displacement from the equilibrium position and is directed towards the equilibrium position. Equation of SHM can be represented as a sine function or a cosine function. Wave motion കാണിച്ചിരിക്കുന്നത് നോക്കുക. xt equal to a cos omega t plus phi എന്നോ yt equal to a sin omega t plus phi എന്നോ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എഴുതാൻ പറ്റും. ഇവിടെ എക്സ് ടി അല്ലെങ്കിൽ വൈ ടി എന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ടി സൂചിപ്പിക്കുകയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് സമയമനുസരിച്ച് മാറുന്നു എന്നതാണ് എക്സ് ടി അല്ലെങ്കിൽ വൈ ടി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ലാലൻ സാറ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ള വേവ് പ്രൊപ്പഗേഷനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. നമുക്ക് വേവ് ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ് ടി അല്ലെങ്കിൽ വൈ ടി പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ക്യാപിറ്റൽ എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്നു. അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഗ്രാഫ് നോക്കുക. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഫൈ ഫേസ് കോൺസ്റ്റന്റ് ആണ്. ഒമേഗ ടി പ്ലസ് ഫൈ ഫേസ് ആണ്. ഇക്കാര്യങ്ങളൊക്കെ ലാലൻ സാറ് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ കാര്യം മാത്തമാറ്റിക്കലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും. അതായത് v ഈക്വൽ ടു വെലോസിറ്റി വിച്ച് ഈസ് ഡി വൈ ബൈ ഡി ടി. ഡിസ്പ്ലേസ്മെന്റിന് സമയമനുസരിച്ചുണ്ടാകുന്ന മാറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി. അതാണ് v ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മുടെ ഇക്വേഷനായ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈയുടെ ഡി വൈ ബൈ ഡി ടി എടുക്കുമ്പോൾ കിട്ടുന്നത് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അതായത് വെലോസിറ്റി v ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് ആക്സിലറേഷൻ.
rate of change of velocity is acceleration. Acceleration A equal to d square y by dt square എന്ന് പറഞ്ഞാൽ dy by dt ആയ വെലോസിറ്റിയെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അന്നേരം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ കിട്ടുന്നു എന്നാണ് അർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. ഓക്കെ, വെലോസിറ്റിക്ക് സമയമനുസരിച്ചുണ്ടാകുന്ന മാറ്റം, അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം +2 മാത്തമാറ്റിക്സിലാണ് നിങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ തൽക്കാലം ഒന്ന് വെറുതെ കണ്ട് മനസ്സിലാക്കുക, അത്രയും മതിയാവും. ആക്സിലറേഷൻ A equal to d square y by dt square equal to d by dt of dy by dt. dy by dt നമ്മൾ ഓൾറെഡി പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore acceleration A equal to d by dt of a omega cos omega t plus phi. a omega cos omega t plus phi-നെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഇവിടെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നത് ഡിസ്പ്ലേസ്മെന്റ് y ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ മതി. ഇതിൽ നിന്നും നമുക്ക് കിട്ടുക ആക്സിലറേഷൻ A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y എന്നാണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ ആക്സിലറേഷൻ മിനിമം ആയിരിക്കും. ഊഞ്ഞാലാടുമ്പോഴുള്ള കാര്യം ഓർക്കുക. ഊഞ്ഞാലാടി തുഞ്ചത്തെത്തുമ്പോൾ ആക്സിലറേഷൻ മാക്സിമം ആയിരിക്കും, അവിടെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്. y ഈക്വൽ ടു ക്യാപിറ്റൽ A, ഡിസ്പ്ലേസ്മെന്റ് ഈസ് മാക്സിമം. അന്നേരം ആക്സിലറേഷൻ A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ A എന്നതാണ്. ആക്സിലറേഷൻ A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നോ ആക്സിലറേഷൻ A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നോ ഒക്കെ പറയുന്നതിൻ്റെ വിശദീകരണമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. A particle is said to be in simple harmonic motion if its acceleration at any instant is exactly proportional to the displacement from the equilibrium position and is directed towards the equilibrium position. ഒരുപാടൊന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പറ്റുന്നത്രയും പഠിക്കാൻ ശ്രമിക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ SHM. 1 മാർക്കിനുള്ളതാണ്. 1 മാർക്കിന്റെ അടുത്ത ഭാഗം ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ടൈം പീരീഡ് t equal to 2 seconds. If the displacement from the mean position is 10 centimeter, calculate the instantaneous acceleration. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ പലതരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നോ മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നോ മൈനസ് ഒമേഗ സ്ക്വയർ എ എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഈ ഫോമിനാണ് പ്രാധാന്യമുള്ളത്. ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. മൈനസ് ഒമേഗ സ്ക്വയർ ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്കും പ്ലസ് ആകും. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. പിന്നെ ഫോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിട്ടായിരിക്കും ഉണ്ടാവുക. സോ എഫ് ഈക്വൽ ടു മൈനസ് കെ എച്ച് എന്ന് പറയാൻ പറ്റും, where k is called the force constant. Also എഫ് ഈക്വൽ ടു എം എ. അങ്ങനെ വരുമ്പോൾ
എം എ ഈക്വൾ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും, അല്ലെങ്കിൽ എ ഈക്വൾ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്നുള്ളതാണ്. ഈ ഇക്വേഷനും സിമിലർ ആണ്. എ ഈക്വൾ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലോ എ ഈക്വൾ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലോ അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒമേഗ സ്ക്വയർ ഈക്വൾ ടു കെ ബൈ എം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൾ ടു റൂട്ട് ഓഫ് കെ ബൈ എം. അപ്പൊ ഇതെല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. എ ഈക്വൾ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് മാത്രം എഴുതിയാലും ഒരു മാർക്ക് കിട്ടുന്നതാണ്. ഒരൊറ്റ ഇക്വേഷൻ എഴുതിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബി പാർട്ട്. For a simple harmonic motion, time period t equal to 2 seconds. അപ്പോൾ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് അറിയേണ്ടത്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2π/t എന്നുള്ളതാണ്. ആക്സിലറേഷന്റെ ഇക്വേഷൻ a ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ. ആക്ച്വലി ഇറ്റ് ഈസ് a ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ട് പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ എ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്, ഒമേഗ ഈസ് 2π/t ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണം. സോ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 × 10⁻² മീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.1 മീറ്റർ. ഇനി ടൈം പീരീഡ് തന്നിട്ടുണ്ട് 2 സെക്കൻഡ് എന്ന്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആൻസർ കിട്ടുന്നത് 3.14 സ്ക്വയർ ഇൻറ്റു 0.1, ദാറ്റ്സ് ഈക്വൽ ടു 0.98 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 0.98 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പ്രോബ്ലമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിയറി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. ഓക്കെ, 2 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം ഡിറൈവ് ചെയ്യാനാണ്. എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. t ഈക്വൽ 2π × √L/g. ഡെറിവേഷൻ അറിയില്ല, എക്സ്പ്രഷൻ മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ അത് എഴുതിയാൽ 1 മാർക്ക് കിട്ടുന്നതാണ്. ഫുൾ ഡിറൈവ് ചെയ്യുമ്പോൾ 2 മാർക്കും കിട്ടും. ഡയമെൻഷണൽ മെത്തേഡ് പ്രകാരം കഴിഞ്ഞ ക്ലാസ്സിൽ ഈ എക്സ്പ്രഷൻ നമ്മൾ ചെയ്തതാണ്. അതിനല്ലാതെ സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സസ് ഒക്കെ എടുത്തിട്ട് ഈ എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓഡിയോ വിഷ്വൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സ്പ്രഷൻ ഫോർ ദി ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം t ഈക്വൽ ടു 2π × √L/g എന്ന എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. ചില കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സിമ്പിൾ പെൻഡുലത്തിന് ഒരു BOB ഉണ്ടായിരിക്കും. ഈ ബോബിന്റെ മാസ് പോയിന്റ് മാസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ആ വസ്തുവിന്റെ മാസ് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്. അതാണ് പോയിന്റ് മാസ് എന്ന കൺസെപ്റ്റ്. ഇനി ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്താണെന്ന് അറിയണം. ഫിക്സ്ഡ് സപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോയിന്റ് P മുതൽ സെന്റർ ഓഫ് ദി ബോബ് വരെയുള്ള ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. ലെങ്ത് ഓഫ് ദി പെൻഡുലം മെഷർമെന്റ് ഫിസിക്സ് ലാബില് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലെങ്ത് മെഷർമെന്റ് പക്കയായിരിക്കണം. ലെങ്ത് മാറിയാൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി പെൻഡുലം മാറും. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മെഷർമെന്റ് തെറ്റായിട്ടായിരിക്കും കിട്ടുക. ഇനി അറിയാനുള്ളത് ആംഗിൾ ഓഫ് സ്വിംഗ് ആണ്. ആംഗിൾ ഓഫ് സ്വിംഗ് തീറ്റ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക. ആംഗിൾ OPA എന്നതാണ് ആംഗിൾ ഓഫ് സ്വിംഗ്. ആംഗിൾ ഓഫ് സ്വിംഗ് സ്മോൾ ആംഗിൾഡ് ആയിരിക്കണം. അതായത് 30 ഡിഗ്രിയിൽ കുറവായിരിക്കുന്നതാണ് അഭികാമ്യം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പെൻഡുലം OA കാണിച്ചിരിക്കുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു.
ഇനി അറിയാനുള്ളത് സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തെല്ലാമാണെന്നാണ്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോബ് along the string is the tension. അതിൻ്റെ ഡിറക്ഷൻ ടുവേർഡ്സ് AP ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് വെയ്റ്റ് ഓഫ് ദി ബോബ് mg. മാസ് ഓഫ് ദി ബോബ് m ആണല്ലോ. സോ വെയ്റ്റ് ഓഫ് ദി ബോബ് ഈസ് mg, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഈ ഫോഴ്സ് mgയെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. mg ഈസ് റിസോൾവ്ഡ് ഇൻ ടു 2 കമ്പോണൻസ്. അത് ഡയഗ്രത്തിൽ വ്യക്തമാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് mg cos theta equal to tension and mg sin theta equal to restoring force. Restoring force എന്നാൽ സ്ട്രിങ്ങിനെ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരാനായി സഹായിക്കുന്ന ഫോഴ്സ് ആണ്. ഇങ്ങോട്ട് വലിച്ചു വിടുമ്പോൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈക്വൽ ടു -kx എന്ന് പറയാം. -kx is equal to mg sin theta. Restoring force is proportional to the displacement and is directed opposite. അതാണ് F ഈക്വൽ ടു -kx എന്നാൽ അർത്ഥം. K പറയുന്ന പേര് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ്. ഫോഴ്സ് ഈസ് proportional to the displacement and is opposite to it. അതാണ് F ഈക്വൽ ടു -kx ന്റെ പൂർണ്ണമായ അർത്ഥം. നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, kx ഈക്വൽ ടു -mg sin theta. റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈക്വൽ ടു -kx ആണല്ലോ. സോ kx ഈക്വൽ ടു -mg sin theta. ഇവിടെയുള്ളതിൽ ഒരു ചെറിയ കറക്ഷൻ ശ്രദ്ധിക്കണം. ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് വേണം, ഒന്ന് മതി. പക്ഷെ ആ ഒരു നെഗറ്റീവ് വാല്യൂ വേണ്ടതാണ്, അത്യാവശ്യമാണത്. സോ ദ കറക്റ്റ് ഇക്വേഷൻ ഈസ് kx ഈക്വൽ ടു -mg sin theta. സ്മോൾ ആംഗിൾഡ് ഓസിലേഷൻസ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്മോൾ ആംഗിൾഡ് ആവുമ്പോഴേക്കും സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നൊരു കാര്യം മാത്തമാറ്റിക്സിലുണ്ട്. അത് അപ്ലൈ ചെയ്യണം. Therefore, restoring force F equal to -mg theta. -mg sin theta പകരം സ്മോൾ ആംഗിൾഡ് ആവുമ്പോഴേക്കും -mg theta. ഓക്കെ, F equal to -mg theta. ഇനി ആംഗിൾ OAP നോക്കുക. ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആർക്ക് എന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. ബോബിന് രണ്ട് വശത്തേക്കും എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു എന്നതാണ് എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ OA വാല്യൂ വരുന്നില്ലേ, അത് തന്നെ. റേഡിയസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ലെങ്ത് ഓഫ് ദി പെൻഡുലം L ആണ്. Therefore, angle theta equal to arc by radius is equal to S by L. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാം. F equal to ma, where a is the acceleration produced during the oscillations. So we have the equation ma equal to -mg into S by L. Okay, F equal to -mg theta എന്നുള്ള ഇക്വേഷൻ തന്നെയാണിത്. That is ma equal to -mg into S by L. ഇക്വേഷന്റെ ഇരുവശങ്ങളിലുള്ള m gets cancelled. Then a equal to -g by L into S. This equation is marked as equation 1. So equation 1 is a equal to -g by L into S. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. Equation 1 is a equal to -g by L into S.
സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്നത് A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ ആണ്. ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ഇക്വേഷന്റെ മീനിങ്. കൂടുതൽ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നതിലെ ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. Y is the displacement. In our case, it is represented by the letter S. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഇങ്ങനെ എഴുതാം. A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എസ്. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കമ്പയർ ചെയ്യുക. സിമിലർ ടേംസ് ഇക്വേറ്റ് ചെയ്യുക. ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് G/L ആണ്. or omega equal to root of G/L. Okay, clear ആണല്ലോ അല്ലേ? omega equal to root of G/L, where omega is the angular velocity. Relation between time period t and angular velocity omega is time period capital T equal to 2 pi by omega. ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 pi by root of G/L. T equal to 2 pi by root of G/L എന്ന് പറഞ്ഞാൽ T equal to 2 pi into root of L/G. ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ T equal to 2 pi into root of L/G. ഇതാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം. നമുക്ക് ഈ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇക്വേഷനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 4 pi സ്ക്വയർ ഇൻറ്റു L/G എന്ന് വരും. അതിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈക്വൽ ടു 4 pi സ്ക്വയർ ഇൻറ്റു L/T സ്ക്വയർ. ഓക്കെ, സോ knowing the length of the pendulum and the time period of oscillation of the pendulum, the acceleration due to gravity at a place can be measured using the equation G equal to 4 pi square into L/T square. ഇനി നമുക്ക് സെക്കൻഡ്സ് പെൻഡുലം എന്താണെന്ന് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് എ സെക്കൻഡ്സ് പെൻഡുലം എന്ന്. ഒരു കംപ്ലീറ്റ് ഓസിലേഷന് 2 സെക്കൻഡ് ടൈം പീരീഡ് വേണ്ടി വരുന്ന കേസാണ് സെക്കൻഡ്സ് പെൻഡുലത്തിനുള്ളത്. So, seconds pendulum is the pendulum whose period capital T equal to 2 seconds. Okay? സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ചോദ്യത്തിന് ചെറിയൊരു കറക്ഷനുണ്ട്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അതിലെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരുന്നു. എക്സ്പ്രഷൻ ഇതാണ്: V equal to square root of T by mu. Write down the expression for the speed of transverse wave in a stressed string. T എന്നത് ടെൻഷനാണ്. ടെൻഷൻ is equal to weight mg. ഇപ്പം ഇവിടെ സ്ട്രിങ്ങിൽ ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസ് എം കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ആ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് mg ആണ് സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല, ഫോഴ്സ് എന്ന് മാത്രം എടുത്താൽ മതി. ടെൻഷണൽ ഫോഴ്സ് mg തന്നെയാണ്. പിന്നെ ലീനിയർ ഡെൻസിറ്റി mu എന്നത് mass of the string per unit length. Then the velocity of propagation of the transverse wave is given by the expression V equal to square root of T by mu. Okay, അപ്പോൾ എന്താണ് ഈ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അത്തരം വേവ്സിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുക.
ഓക്കെ, ലൈറ്റ് വേവ്സ് ട്രാൻസ്വേഴ്സ് ആണ്. ഇനി വേവ് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും വേവിന് പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സൗണ്ട് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. സാന്ദർഭികമായി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ടെൻഷന്റെ കാര്യം വന്നപ്പോൾ, ടെൻഷണൽ ഫോഴ്സിന്റെ കാര്യം വന്നപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ് ഓഫ് ദി ഗ്യാസ്. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് നോക്കിയപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. പി പാർട്ട്. Write down the expression for the pressure of an ideal gas. Pressure of an ideal gas is given by the expression P equal to 1/3 nm v square bar. Small n എന്നുള്ളത് number of gas molecules per volume എന്നതാണ്. L സൈഡ്, L ലെങ്ത് ഉള്ള ഒരു ക്യൂബിക്കൽ കണ്ടെയ്നർ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ വോളിയം എന്നത് L³ ആയിരിക്കും. ആ L³ ക്യാപിറ്റൽ V കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന വെസലില് ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ N. പിന്നെ M ഓരോ ഗ്യാസ് മോളിക്യൂൾസിന്റെയും മാസ് ആണ്. V² എന്നുള്ളത് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പം എക്സ്പ്രഷൻ ഇതാണ് 1/3 nm v² ബാർ എന്നത്. എന്നിന്റെ പകരം n/v കൊടുത്തിട്ട് ഇക്വേഷൻ വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ്പ്രഷൻ കിട്ടുക 1/3 n/v സ്മോൾ m v² ബാർ എന്നായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ചിലപ്പോൾ കൂടുതൽ മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ. എല്ലാവർക്കും ഓഡിയോ വിഷ്വൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് 2 മാർക്കിൻ്റെ സെക്ഷനിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻ ഫോർ ദി പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്നതാണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. ഒരു ബോക്സിൽ, ആ ബോക്സിൻ്റെ ഒരു വശം L ലെങ്ത് ഉള്ളതാണ്. അതിൽ ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. റാൻഡം മോഷനിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ അവ ബോക്സിലും ചെന്നിടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രഷർ ഉണ്ടാവും. കാരണം യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ബോക്സിലെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി കാണിച്ചിരിക്കുന്നു, നോക്കുക. Vx is the velocity of gas molecules along the x-axis. Vy is the velocity of gas molecules along the y-axis. And Vz is the velocity of gas molecules along the z-axis. x-axisലെ മോളിക്യൂൾസിനെ പരിഗണിക്കാം. x-axis ആവുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് പരിഗണിക്കുമ്പോഴേക്കും y-z കമ്പോണൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും ഉള്ള മൊമെൻറ്റം എടുക്കാം. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ P ഈക്വൽ ടു mvx. മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ P ഈക്വൽ ടു -mvx. ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആവുമല്ലോ. സോ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ P ഈക്വൽ ടു -mvx. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദി വോൾ. വോളിന് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് mvx -mvx ദാറ്റ് ഈസ് ഈക്വൽ ടു 2mvx ആയിരിക്കും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തെ അതിനെടുത്ത സമയം
ടി കൊണ്ട് ഹരിക്കണം. സോ dp/dt ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ ടി. വാട്ട് ഈസ് Vx? Vx കണ്ടുപിടിക്കണം. നമുക്കറിയാം വെലോസിറ്റി എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ബോക്സിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ L ആണ്. L ഡിസ്റ്റൻസ് അങ്ങോട്ടും L ഡിസ്റ്റൻസ് ഇങ്ങോട്ടും കൊളീഷന് വേണ്ടി ട്രാവൽ ചെയ്യണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും? 2L ആയിരിക്കും. Therefore, time for collision is t equal to distance divided by velocity, or t equal to 2L divided by Vx ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി dp/dt, അതിൽ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ dp/dt എന്നത് 2mvx ഡിവൈഡഡ് ബൈ ടി ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് 2mvx ഡിവൈഡഡ് ബൈ ടിക്ക് പകരം 2L/Vx കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 2ഉം 2ഉം ക്യാൻസലായി പോകും. Vx ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ Vx ഇൻറ്റു Vx സ്ക്വയർ വരും. ഓർ dp/dt ഈക്വൽ ടു mvx സ്ക്വയർ ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ, F ഈക്വൽ ടു dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അതിന് ആനുപാതികമായിട്ടായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം dp/dt നേരത്തെ ചെയ്തു. അതാണ് ഇത് 2mvx ഡിവൈഡഡ് ബൈ ടി. ഇതിൽ ടിയുടെ വാല്യൂ t ഈക്വൽ ടു 2L/Vx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F ഈക്വൽ ടു dp/dt എന്നത് 2mvx ഡിവൈഡഡ് ബൈ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ 2L/Vx ഈക്വൽ ടു mvx സ്ക്വയർ ബൈ L എന്ന് കിട്ടും. ഇനി മീൻ സ്ക്വയർ വെലോസിറ്റി എടുക്കാം. v സ്ക്വയർ ബാർ ഈക്വൽ ടു vx സ്ക്വയർ ബാർ പ്ലസ് vy സ്ക്വയർ ബാർ പ്ലസ് vz സ്ക്വയർ ബാർ ആണ്. എല്ലാ ഡിറക്ഷനിലും സെയിം വെലോസിറ്റി ആയതുകൊണ്ട് vx സ്ക്വയർ ബാർ ഈക്വൽ ടു vy സ്ക്വയർ ബാർ ഈക്വൽ ടു vz സ്ക്വയർ ബാർ. അതല്ലെങ്കിൽ v സ്ക്വയർ ബാർ ഈസ് ദ സെയിം ആസ്, എങ്ങനെ എഴുതാം? 3vx സ്ക്വയർ ബാർ, or vx square bar equal to v square bar divided by 3. ഇനി f equal to mvx square divided by L എന്ന ഇക്വേഷനിൽ vx സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? f ഈക്വൽ ടു m/L ആദ്യം എഴുതാം. സോ f ഈക്വൽ ടു m/L ഇൻറ്റു vx സ്ക്വയർ, that is the same as m/L into v square bar divided by 3. Okay, that is mv square bar divided by 3L, or f equal to 1/3 mv square bar divided by L. Okay, പ്രഷർ എന്നാൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. Therefore, P equal to F/E. ഫോഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 1/3 mv സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ L. ഏരിയ എന്താണ്? ബോക്സിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് L സ്ക്വയർ. എന്തുകൊണ്ടാണ്? ഒരു വശത്തിൻ്റെ നീളം L ആണ്, അതുകൊണ്ട് ഏരിയ ഈസ് L സ്ക്വയർ. Therefore, pressure P equal to 1/3 mv square bar divided by L cube. ഓക്കെ, എല്ലും L സ്ക്വയറും കൂടിയാണ് L ക്യൂബ് എന്ന് വരുന്നത്. ഇവിടെ എന്താണ് L ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോക്സിൻ്റെ വോളിയമാണ്, V ആണ്. സോ പ്രഷർ P ഈക്വൽ ടു 1/3 mv സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ V. ഓക്കെ, v സ്ക്വയർ ബാർ എന്നത്
മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. വി എന്നത് വോളിയം ഓഫ് ദി ബോക്സ് ആണ്. ക്യാപിറ്റൽ N മോളിക്യൂൾസ് ആണ് ബോക്സിലുള്ളത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ P ഈക്വൽ ടു 1/3 N M V സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ V ആയിരിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അതായത് ക്യാപിറ്റൽ N ബൈ വി എന്നുള്ളതിനെ സ്മോൾ n കൊണ്ട് സൂചിപ്പിക്കാനാവുമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? P ഈക്വൽ ടു 1/3 സ്മോൾ n സ്മോൾ m വി സ്ക്വയർ ബാർ. ഇത് P ഈക്വൽ ടു 1/3 ക്യാപിറ്റൽ N സ്മോൾ m വി സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി എന്ന എക്സ്പ്രഷന് സമാനമായത് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ n ഈസ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, സ്മോൾ n ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ ക്യാപിറ്റൽ വി എന്ന് കൊടുക്കുമ്പോഴാണ് നമ്മുടെ എക്സ്പ്രഷൻ P ഈക്വൽ ടു 1/3 NM V സ്ക്വയർ ബാർ എന്ന് കിട്ടുക. 2 മാർക്കിന്റെ ഒരു ചോദ്യം കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. 1 മാർക്കിന്റെ 2 ഭാഗങ്ങളുണ്ട്. 2 ആയിട്ട് പറഞ്ഞു തരാം. 1 മാർക്കിന്റെ ആദ്യത്തെ ഭാഗം നോക്കിക്കോളൂ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എക്സ്പ്ലെയിൻസ് ഫോഴ്സ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ ദി യൂണിവേഴ്സ്. നമുക്ക് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്നൊക്കെ അറിയാം. അതിനോടനുബന്ധിച്ച എ പാർട്ട് ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡെൻസിറ്റി ഓൺ എ പോയിന്റ് മാസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ഇറ്റ് ഈസ് ഡാഷ്. അപ്പോ ഒരു പോയിന്റ് മാസ് എവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇൻസൈഡ് എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡെൻസിറ്റി കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതില് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇൻസൈഡ് ദ ക്യാവിറ്റി ദ നെറ്റ് ഫോഴ്സ് ഈസ് 0. അതുകൊണ്ട് ഫോഴ്സ് അനുഭവപ്പെടുന്നത് 0 ആയിരിക്കും. ഓക്കെ, 2 മാർക്കിന്റെ സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. നോക്കിക്കോളൂ. A point mass is situated at a depth 20 km below the surface of the earth. At what height it experiences the same acceleration due to gravity at a height above the surface? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കാര്യമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ് അനുസരിച്ചും ഡെപ്ത് അനുസരിച്ചും വേരി ചെയ്യുമെന്ന് നമുക്കറിയാം. At a height h above the surface of the earth, the acceleration due to gravity is given by the expression g into 1 minus 2h by r, where r is the distance from the center of the earth to the height h. At a depth d, the acceleration due to gravity is given by the expression g into 1 minus d by r. Okay, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ജി എച്ചും ജി ഡിയും ഈക്വൽ ആവുക എന്നാണ്. എത്ര ഉയരത്തിൽ അല്ലെങ്കിൽ എത്ര ഡെപ്തിൽ ആയിരിക്കുമ്പോഴാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ആയിട്ട് വരിക, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ജി എച്ചും ജി ഡിയും കൂടി ഇക്വേറ്റ് ചെയ്യാം. g into 1 minus 2h by r equal to g into 1 minus d by r, that is 2h equal to d, from which h equal to d by 2. നമുക്ക് തന്നിട്ടുണ്ട് ഡിയുടെ വാല്യൂ 20 കിലോമീറ്റർ ആണെന്ന്. സോ h equal to 20 by 2 equal to 10 kilometer. Okay, so 20 kilometer ഡെപ്തിലായിരിക്കുമ്പോഴും
10 കിലോമീറ്റർ ഹൈറ്റിലായിരിക്കുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഭൂമിയുടെ സർഫസിൽ നിന്നും ഒന്ന് തന്നെ ആയിരിക്കും. 20 കിലോമീറ്റർ ഡെപ്ത് ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത്, അതുപോലെ 10 കിലോമീറ്റർ ഹൈറ്റ് എബോവ് ദി സർഫസ് ഓഫ് ദി എർത്ത്. The value of acceleration due to gravity will be the same. Okay? 120 മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. HSS ലൈവിലും HSS റിപ്പോർട്ടറിലും അതുപോലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത 10 വീഡിയോ ക്ലാസ്സുകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും എല്ലായിടത്തും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലെ ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ ചില വ്യത്യാസം ഉണ്ടായിരിക്കും. കറക്റ്റ് ഓർഡറിലായിരിക്കില്ല ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ലോസ് ഓഫ് മോഷനിലെ കുറച്ച് പ്രോബ്ലംസ് കൂടി വർക്കൗട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അധികം താമസിയാതെ അത് ചെയ്തു തരാം. എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ 10 വീഡിയോ ക്ലാസ്സുകൾ നന്നായി പഠിച്ചാൽ സാധിക്കും എന്ന് ഉറപ്പു തരുന്നു. നന്നായി പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ആശംസകൾ.